DM ചേട്ടാ നിങ്ങളുടെ വർക്ക് കിട്ടാൻ ഏതാ പഠിക്കേണ്ടത്, നിങ്ങളുടെ വർക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഞാൻ സത്യം പറയാലോ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 പോലും പോവാതെ ITIയിൽ പോയി, അതും പൊട്ടി. ഇത്ര മാത്രമാണ് എന്റെ പഠിത്തമുള്ളത്. പക്ഷെ ഞാനിപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാർ വരെ മാറി നിൽക്കേണ്ടി വരും. ഞാൻ ഇലക്ട്രിക്കൽ പണി ചെയ്യും, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ അക്കൗണ്ട്സ് പണി ചെയ്യും, ബിൽഡിംഗ് ചെയ്യും, പ്ലംബിംഗ് ചെയ്യും, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ചെയ്യും. ഇതെല്ലാം ഞാൻ എന്റെ ജോലി ചെയ്യുന്നതിനിടയിൽ എനിക്ക് കിട്ടിയ സന്ദർഭങ്ങൾ പരമാവധി ഉപയോഗിച്ച് ഓരോ ദിവസവും അതിനുവേണ്ടി പ്രയത്നിച്ച് പഠിച്ചെടുത്തു. ഞാനിപ്പോ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതും ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടൊന്നുമില്ല. മറ്റുള്ളവർക്ക് കിട്ടുന്നതൊക്കെ ഭാഗ്യമാണ്, നമുക്ക് ഭാഗ്യമില്ല എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും പൊട്ടത്തരം. ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കാറേ ഇല്ല. എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ആകണമെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഞാൻ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോ 1 വർഷമായാലും 2 വർഷമായാലും 10 വർഷമായാലും ഓരോ ദിവസവും ഓരോ മണിക്കൂറും ചിന്തിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ ജോലിക്ക് കയറിയത് വെറും 2500 രൂപ മാസം സാലറിക്ക് ഒരു ഓപ്പറേറ്റർ ആയിട്ടാണ് കയറിയത്. അത് കഴിഞ്ഞ് ഇൻചാർജ് ആയി, അത് കഴിഞ്ഞ് എഞ്ചിനീയർ ആയി, അത് കഴിഞ്ഞ് ടെക്നിക്കൽ മാനേജർ ആയി. ഇതൊക്കെ വർഷങ്ങളെടുത്താണ് ഞാൻ മുന്നേറിയത്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇത് സംഭവിച്ചു. നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന ജോലി ഏതോ ആയിക്കോട്ടെ, അതിന്റെ ഏറ്റവും ടോപ്പിലെത്താൻ നോക്കും. നിങ്ങളിപ്പോ ഒരു ഡ്രൈവറാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ബസ്സും ലോറിയും ഓടിച്ച് നടക്കാതെ എയറോപ്ലെയിൻ ഓടിക്കണമെന്ന് വിചാരിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഓടിക്കണമെന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ ട്രെയിൻ ഓടിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ചിന്തിക്കുക, അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മൾക്ക് എവിടെ വരവാണെങ്കിലും കയറി പോവാം, നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ആകാം. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് നേടിയെടുക്കണമെങ്കിലും നമ്മൾക്ക് ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം വേണം. ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവുള്ളൂ.